നമ്മൾ സാധാരണ ഈ പാർക്കിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് പൂക്കളും പുഷ്പങ്ങളും പൂമ്പാറ്റകളും ഒക്കെയാണ്. പക്ഷെ എനിക്ക് ഈ പാർക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പ്രണയമാണ്. സത്യം പറഞ്ഞാ ഈ പ്രണയവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും എന്റെ 37 വർഷത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കയറി നിൽക്കുന്നത് ഈ ഇലക്ട്രിക് കാറുമായിട്ട് പെട്രോൾ പമ്പിൽ കയറി വരുന്ന അവസ്ഥയിലാണ്. ഇതെന്തിനാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്? അമ്മച്ചിയാണ്, എനിക്ക് ഒരു പിടുത്തം. പക്ഷേ നിങ്ങളൊക്കെ അതുപോലല്ല, എനിക്കറിയാം. അറേഞ്ച് മാരേജ് ചെയ്തിട്ട് ലവ് മാരേജ് ചെയ്ത പോലെ ജീവിതം ആഘോഷിച്ച ശ്വേതാ മേനോൻ, ലവ് മാരേജ് ചെയ്തിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അത് അറേഞ്ച് മാരേജ് ആണെന്ന് പറഞ്ഞ ഡയാന, ജീവിതത്തിൽ ഈ വക കാര്യങ്ങളൊന്നും ഇതുവരെ അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത ശ്രുതി രജനികാന്ത്. ഞാൻ അത് കുട്ടികളെ വെച്ചിരുന്ന കൗണ്ടറാ. പക്ഷേ നിങ്ങളോടൊക്കെ എനിക്ക് ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. മനുഷ്യന്മാർക്ക് പ്രേമം ഉണ്ടാകുന്നു, പ്രാന്ത് ഉണ്ടാകുന്നു ഏകദേശം ഒരേ സമയത്താണ്. ആ സമയത്താണ് അവന്റെ തലച്ചോറ് പ്രവർത്തനരഹിതമാകുന്നത്. പണ്ട് കുഞ്ഞിലെ ഞങ്ങളുടെ അമ്മയുടെ തയ്യക്കടയിലെ തുണികളൊക്കെ ഞാനാണ് വീടുകളിൽ കൊണ്ടുപോയി ഹോം ഡെലിവറി നടത്തുന്നത്. അപ്പൊ പകുതി കണ്ണ് കാണാൻ പറ്റാത്ത പൊന്നമ്മച്ചിയുടെ വീട്ടിൽ തയ്ച്ച ബ്ലൗസ് കൊടുക്കാൻ നേരം പൊന്നമ്മച്ചിയുടെ കൊച്ചുപോടകയിൽ നൈസായിട്ട് കുഞ്ഞു പ്രേമലേഖനം സെറ്റാക്കി വെച്ച് കൊടുത്തു. 100 വർഷം നിനക്ക് വേണ്ടി കാത്തിരിക്കും, 500 വർഷം നിന്നെ പ്രേമിക്കും, 1000 വർഷം നിന്റെ കൂടെ ജീവിക്കാൻ. വൈകുന്നേരം പൊന്നമ്മച്ചി അമ്മയുടെ കടയിൽ വന്നിട്ട് 300 രൂപ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഒറ്റ ഡയലോഗാ, നിങ്ങളുടെ മകൻ തയ്യക്കൂലി എഴുതി കുട്ടിക്കൊണ്ട് വന്നത് കംപ്ലീറ്റ് തെറ്റായിരുന്നു. ഇങ്ങനാണ് ആ പൊട്ടൻ എങ്ങനെ ഇപ്രാവശ്യവും 10ാം ക്ലാസ് പാസ്സാകുന്നത്. അന്നത്തോടു കൂടി ഞാനൊരു സിഗ്മ മെയിലായി പോയി. എനിക്ക് പ്രേമം പ്രണയം ഒന്നും ഇഷ്ടമേ അല്ല. പക്ഷെ ചുരിദാർ ഇളക്കിയിട്ടേക്കണം കണ്ടാലും ഞാൻ 10 മിനിറ്റ് അത് നോക്കിക്കൊണ്ട്. എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിലേ ഈ പ്രേമവും പ്രണയമൊന്നും എനിക്ക് പറ്റിയ സംഗതിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പ് എനിക്ക് പറ്റില്ല. എന്റെ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പോലെയാണ്. അടുത്തിരിക്കും ഈ സാധനം കണക്റ്റഡ് ആയിരിക്കും. ഒന്ന് അകത്ത് നോക്കിയാൽ ഇറ്റ് വിൽ സെർച്ച് ഫോർ അനദർ ഡിവൈസ്. മാത്രമല്ല ഇത്തരക്കാർക്ക് ഇങ്ങനെ പ്രണയിക്കുന്ന കവിതാക്കൾക്ക് സ്ഥിരം ഉടമസ്ഥര് കാണത്തില്ല. അപ്പം തൽക്കാലത്തേക്കുള്ളവർ മാത്രമേ കാണൂ. അതുകൊണ്ട് തന്നെ ഇവർ പ്രണയിക്കുമ്പോൾ സൂക്ഷിക്കുന്നത് പോലും ഓർമ്മകളല്ല, എവിഡൻസുകളാണ്. ആദ്യമൊക്കെ ലവ് ആയിരിക്കും ഇവരുടെ സംസാര വിഷയം. പിന്നെ വാട്സപ്പിലെ ലാസ്റ്റ് സീന 11:45 വരെ നീ ഓൺലൈനിൽ ഇരുന്നിട്ട് 11:44 എനിക്ക് അയച്ച മെസ്സേജിന് റിപ്ലൈ വന്നില്ലോടി. എന്തിന്? ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിന് പച്ചലൈറ്റിന് വെട്ടം കുറവാണെന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കിയ കവിതാക്കളെ വരെ എനിക്കറിയാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, യദു കൃഷ്ണൻ. ഈയിടെ കല്യാണം കഴിഞ്ഞ ലവ് മാരേജ് ആയിരുന്നു. അവനിപ്പോ ഭാര്യയുടെ ഡിവോഴ്സ് ആവശ്യപ്പെട്ടേക്കും. എന്തിനാ? ഭാര്യ അവന് സ്പേസ് കൊടുക്കുന്നില്ല അത്രേ. കല്യാണം കഴിഞ്ഞ ആ സമയങ്ങളിൽ ഞാൻ ആലപ്പുഴ ബീച്ചിൽ വെച്ച് അവരെ കാണുമ്പോൾ ഒരു തരി മണൽ വീഴാനുള്ള സ്പേസ് ഇല്ലായിരുന്നു രണ്ടിന്റെ ഇടയിൽ. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ രണ്ടിന്റെ ഇടയിൽ 2 ലോഡ് മണലടിക്കാം, അമ്മാതിരി സ്പേസ്. ആ സ്പേസ് അവന് പോരാ. അവനിപ്പോ പുറത്തൊരു പടം കാണാൻ പോയ സ്പേസ്, ഹോട്ടലിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പോയ സ്പേസ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ പുറത്ത് ട്രിപ്പിന് പോയാൽ പോലും ഒരു സ്പേസ് വേണം. ISRO പോലും ഇത്രയും സ്പേസ് റിസർച്ച് നടത്തി. അതുകൊണ്ട് അവരിപ്പം ഈ റിലേഷൻഷിപ്പ് ഒക്കെ നിർത്തിയിട്ട് കംപ്ലീറ്റ് സിറ്റുവേഷൻഷിപ്പിലേക്ക് കടന്നു. അതൊന്നും കുഴപ്പമില്ല. അതെന്താ സംഭവം അറിയാം? ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ഒത്തിരി അറ്റാച്ച്ഡ് ആവത്തില്ല. പരിചയക്കാരാണെന്ന് ചോദിച്ചാൽ അതെ, ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, ലവേഴ്സ് ആണെന്ന് ചോദിച്ചാൽ അതും അതെ. അതായത് രമേഷ് പിഷാരടിയെ പോലെ. ടിവിക്കാരനാണെന്ന് ചോദിച്ചാൽ അതെ, സിനിമാക്കാരനാണെന്ന് ചോദിച്ചാൽ അതെ, രാഷ്ട്രീയക്കാരാണെന്ന് ചോദിച്ചാൽ അതെ. അമ്മാതിരി പരിപാടിയാ. അതുകൊണ്ട് എനിക്ക് തോന്നിയത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ വന്ന പിന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായ പോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മൾ ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞങ്ങളുടെ അടുത്ത് വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ട്. പുള്ളിക്കാരുടെ വെഡിങ് ആനിവേഴ്സറി ഹസ്ബൻഡിന്റെ കൈ ഇങ്ങനെ 8 മടക്കി കച്ചത്തി വെച്ചൊരു ഫോട്ടോ ഇട്ടേക്കോ. ഞാനൊരു പറക്കുന്ന പട്ടമാണ്. പക്ഷെ എവിടെ പറഞ്ഞാലും എന്റെ പട്ടത്തിന്റെ ചരട് എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലാണ്. മൈ ഹബ്ബി. ഞാൻ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ ചെന്നിട്ടേ കൂട്ടുകാരുടെ ഫോൺ എടുത്തപ്പം രാവിലെ പോസ്റ്റ് ഇട്ട ഈ പട്ടത്തിന്റെ ഓരോ ചരട് അവന്മാരുടെ കയ്യിലുണ്ട്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഇവന്മാരുടെയും ചേച്ചിയുടെ ഭർത്താവിന്റെയും വിചാരം ഈ ചരട് ഇവരുടെ കയ്യിൽ മാത്രമാണ്. ഈ വാട്സാപ്പിലുണ്ടല്ലോ 1 ടൈം മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ഇല്ലായിരുന്ന ചേച്ചിയൊക്കെ പണ്ടേ വൈറലാകണ്ടായിട്ട്. ഇപ്പൊ എന്റെ കാര്യം തന്നെ നിങ്ങളൊന്ന് എടുക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ മിസ് യു എന്നുള്ള മെസ്സേജ് കേട്ടേക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ സ്വിഗ്ഗി ഒരാഴ്ച യൂസ് ചെയ്യാതിരുന്നത് എപ്പോഴായാലും ഓപ്പൺ ചെയ്തു. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സഹപ്രവർത്തകരുടെ നമ്പറിൽ നിന്നും മിസ് യു എന്ന മെസ്സേജ് വന്നു. ഞാൻ നോക്കാൻ പോയില്ല. കുറച്ച് ലവ് യു എന്ന മെസ്സേജ് വന്നു. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ ഒരു കിസ് മീ ഇട്ടേക്കുന്നു. അതിൽ ഞാൻ പെട്ടു. ചേട്ടന്റെ അഭിഹിതത്തെ പറ്റി എന്താ അഭിപ്രായമൊന്നും? ഇവിടെ ഹിതം പോലും നടക്കാതില്ല. അപ്പോഴാണ് അവിടെ അഭിഹിതം. പക്ഷെ അവളുടെ 10 മിസ്യൂന്റെ അകത്ത് ഞാൻ വീണു. അവസാനം എന്റെ ശമ്പളത്തിൽ നിന്ന് അവിടെ കെട്ടിയവന്റെ വണ്ടിയുടെ EMI മുഴുവൻ ഞാൻ അടച്ചു തീർത്തപ്പോഴാണ് അത് മിസ് യു അല്ല യൂസ് മീ ആയിരുന്നു. അവള് പോയി.
അവള് പോയി കഴിഞ്ഞു പിന്നെയും ഒരു 2 വർഷം എടുത്തു അവളുടെ ഓർമ്മകൾ എന്നെ വിട്ടു പോകാൻ. കാരണം 2 കൊല്ലത്തെ EMI എന്റെ പേരിട്ടിട്ട് ഒരു മൊബൈൽ ഫോൺ കൂടെ വാങ്ങിച്ചിട്ടാ അവള് പോയത്. പിന്നെ എനിക്ക് ഈ ഗോസ്റ്റിങ്ങിന്റെ നാളായിരുന്നേ. ഈ ഗോസ്റ്റിംഗ് എന്ന് വെച്ചാൽ സംഭവം അറിയോ, മര്യാദയ്ക്ക് വീടും കുടുംബവും നോക്കി ജോലി ചെയ്യേണ്ട ഒരു മനുഷ്യനെ പ്രേമിക്കാൻ വിളിച്ചിട്ട് ഉണ്ടോ ഉറങ്ങിയോ കുളിച്ചോ കിടന്നോ ഇതൊന്നും പോരാന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പനിക്ക് മരുന്ന് കൊടുക്കുന്ന 3 മണിക്കൂർ കൂടുമ്പോൾ ഓരോ ഉമ്മ ഇതെല്ലാം തന്നിട്ട് അവരങ്ങ് പോകും. നമുക്ക് അവസാനം ദേഹം വേദന, ശരീരം തളർച്ച, കഷ്ടപ്പാട്, ഉത്കണ്ഠ ഇതെല്ലാം ആയിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പം ഡോക്ടർ കറക്റ്റ് കാര്യം പറഞ്ഞു. പ്രമേഹം വരേണ്ട പ്രായത്തിൽ പ്രേമിക്കാൻ പോയി എങ്ങനെ ഇരിക്കും, വീട്ടിൽ പോകാൻ ഇറങ്ങാം. ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്ന് കുറ്റബോധത്തോടു കൂടി ഭാര്യയോട് മാപ്പ് ചോദിക്കണമല്ലോ. ഞാൻ നൈസായിട്ട് ഭാര്യയെ നടത്തി വിളിച്ച് ഇങ്ങനെ മാപ്പ് ചോദിച്ചു. അതായത് ഈ ധർമ്മദുരൈ എന്ന് പറഞ്ഞൊരു തമിഴ് പടത്തിലെ വിജയ് സേതുപതി തന്റെ പ്രേമത്തെ പറ്റി ഭാര്യയായ തമന്നയോട് പറയുമ്പോൾ തമന്ന അത് ക്ഷമിക്കുന്നുണ്ട്. എനിക്ക് വിജയ് സേതുപതി ആകാൻ പറ്റും, നിനക്ക് തമന്നയാകാൻ സാധിക്കുമോ? ഇവിടെ ഒരു പാട് കാണാം, ചേച്ചി കാണാം, സൂക്ഷിച്ച് കാണാം. ഇത് ഫാറ്റി ലിവറിന്റെ അല്ല, തമന്ന തവി വെച്ചടിച്ചതാ. അണപ്പൻ തുറന്ന് അണ്ണാക്കി ഇന്നലെ തപ്പിയെടുത്ത്. പക്ഷെ ആ അടിയോടുകൂടി ഞാൻ ഒരു സത്യം മനസ്സിലാക്കി ഗൈസ്. വേറെതല്ല, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കാമുകന്മാരെ തമ്മിൽ മാത്രമല്ല, അതിപ്പം ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മകനും ഇതെല്ലാം ഒരു തരത്തിൽ റിലേഷൻഷിപ്പാണ്. ഇപ്പം ഞാൻ എൻ്റെ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും ഏറ്റവും കൂടുതൽ വഷളാകുന്നത് മാസം ശമ്പളം വരുമ്പോൾ അമ്മയ്ക്ക് ഒരു 10,000 രൂപ കൊടുക്കുമ്പോഴാണ്. കഴിഞ്ഞ മാസം ഞാൻ അറിയാതെ ഒരു 1000 കൂട്ടി 11,000 കിട്ടും. അമ്മയൊന്നും മിണ്ടിയില്ല. ഒരു റിലേഷൻഷിപ്പ് വഷളാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും ഒന്നും മിണ്ടിയില്ല. പക്ഷെ ബുദ്ധിപരമായിട്ട് ഈ മാസം 1000 കുറച്ച് 9,000 കിട്ടുള്ളൂ. അപ്പൊ തന്നെ അമ്മയുടെ മെസ്സേജ്, പൈസ കിട്ടോ തെറ്റിപ്പോയി കേട്ടോ. അല്ലമ്മേ കഴിഞ്ഞ മാസം ഒന്ന് തെറ്റിയായിരുന്നു. അപ്പൊ അമ്മയൊന്നും മിണ്ടിയില്ല. അപ്പൊ തന്നെ ഒന്ന് സെൻഡ് റിപ്ലൈ, മോനെ ചില തെറ്റുകൾ ഒരു പ്രാവശ്യം ക്ഷമിക്കാം, 2ാമത്തെ പ്രാവശ്യം പറ്റത്തില്ലെന്ന്. അപ്പൊ ഞാൻ എന്റെ ഭാര്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും ഏറ്റവും കൂടുതൽ വഷളാകുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാം. അതായത് AI വരെ അമ്മയ്ക്ക് വിളിക്കായിട്ട് ഞാൻ കഴിഞ്ഞ ഓഫീസിൽ നിന്ന് കയറി വരുമ്പോൾ എന്റെ ഭാര്യ പിള്ളേരെ പഠിപ്പിക്കുക. പുസ്തകം എടുത്ത് എന്റെ നെഞ്ചത്തോട്ട് വലിച്ചെടുത്തിട്ട് ഒറ്റ ഡയലോഗാണ്. മര്യാദയ്ക്കും ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ ഞാൻ എന്താ പറയേണ്ടത്? യന്ത്രങ്ങളുടെ പോലും തള്ളക്കി വിളിയും കേട്ടിട്ട് പെരക്കാത്ത കയറി ഒന്ന് എന്നോട് അവൾ ഈ കാട്ടായം കാണിച്ചത് ഞാൻ അവളെ ഒന്നും പറയുന്നത് എന്റെ മര്യാദ. അവൾ ഈ കാട്ടായം കാണിച്ചത് അവിടെ മര്യാദ കേട്. നിങ്ങളോർക്കണം, കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യവും ഞാൻ ഓഫീസിലെ കാര്യം പറഞ്ഞ് നീക്കി എല്ലാം തീർത്തിട്ട് വൈകിട്ട് ഭാര്യയായിട്ട് മനസ്സമാധാനത്തോട് കൂടി ഒന്ന് നടുന്ന് വെക്കാമെന്ന് കട്ടിലേക്ക് കയറി കിടന്ന ഈ കുഞ്ഞുങ്ങൾ നടുക്കൊണ്ടോ ഒറ്റ ചാട്ടമാണ്. പ്രസവിക്കുന്ന പ്രോസസ്സേ ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ, പ്രസവിപ്പിക്കുന്ന പ്രോസസ്സ് നിർത്തിയിട്ടില്ല. ഇങ്ങനെ എല്ലാ റിലേഷൻഷിപ്പും തകർന്നു നിർത്താൻ തരിപ്പട് വായിക്കുന്ന ചിലർ കരയും, ചിലർ ഡിപ്രഷൻ അടിക്കും, വേറെ ചിലർ എന്നെ പോലെ ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി. സാധാരണ സ്റ്റാൻഡപ്പ് കോമഡി കഴിയുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന കുറെ ആരാധകരെയാണ്. എനിക്ക് മാത്രം ആശ്വസിപ്പിക്കാൻ കുറച്ച് ആളുകളെയാണ്. എനിക്കത് മതി ഗൈസ്. നന്ദി, നമസ്കാരം ഗൈസ്.